നാദാപുരത്ത്. എന്താണ് ക്ലിപ്പ്? എന്താന്ന് ചോദിച്ചാല് സ്വപ്നത്തെക്കുറിച്ച്. സ്വപ്നം. ഞാൻ നാദാപുരത്ത് പ്രകാശതീരം പരിപാടി നടത്തി. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം, സൂറത്തുൽ മുഅ്മിനൂന്റെ സൂറത്തുൽ ഫുർഖാന്റെ അവസാനം 7 ദിവസം, അതുപോലെ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗം 7 ദിവസം, ഈ പ്രാവശ്യം സൂറത്ത് യാസീൻ 7 ദിവസം, അതിനു മുമ്പ് 7 തടൽ കൊടുക്കപ്പെടുന്ന ആളുകൾ 7 ദിവസം, ഇങ്ങനെ പ്രസംഗിച്ച ഒരുപാട് സീഡികൾ ഉണ്ട്. ആത്മീയമായി ഒരുപാട് വിഷയങ്ങൾ പറയുന്ന സീഡ്. അപ്പോ അതിലൊരു സീഡിയില് ഞാൻ കള്ളത്തരീക്കത്തുകാരെ പറ്റി പറയുന്നുണ്ട്. കള്ളത്തരീക്കത്തുകാർ ചിലപ്പോൾ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ശൈഖിനെ സുജൂദ് ചെയ്യുന്നു. അതിന് മറുപടി ചോദിച്ചാൽ പറയൂ, ഞങ്ങൾ ശൈഖിനെ സ്വപ്നം കണ്ടിരിക്കുന്നു. എങ്ങനെയാ കണ്ടത്? ഞങ്ങൾ കണ്ടത് ഞങ്ങളെ ഉസ്താദിന്റെ കോലത്തിലുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന കള്ളശൈഖന്മാരെ ചതിയിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ, നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ഏത് ഉസ്താദിനെ സ്വപ്നം കണ്ടു എന്ന് ആര് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല. അത് ശൈത്താന്റെ സ്വപ്നാണ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്തു എന്നറിയോ? നമ്മളെ നാദാപുരത്ത് വരുന്ന മൗലവി, പാട്ടുകാടുന്ന മൗലവി, അയാൾ എന്റെ CD കട്ട് ഇതിനൊക്കെ എതിരെ എന്ന് പറഞ്ഞ ഭാഗം കട്ടാൽ, എന്നിട്ട് ഇത് ഉസ്താദിനെ കണ്ടാലും ശൈത്താനാണ്. ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് ഇവര് കടം വാങ്ങി. ആര്? നമ്മളെ കോഴിക്കോട്ട് പരിപാടി നടത്തിയ കൂട്ടർ കടം വാങ്ങി. ആരോട്? സെൽഫിനോട്. സെൽഫിന്റെ ആൾക്കാരോട് കടം വാങ്ങിയിട്ട് അവരും കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ. എന്തിന്? പക്ഷെ സെൽഫി അതിന്റെ അങ്ങേ തലക്ക് എന്റെ വാക്ക് കൊടുക്കുമ്പോ അങ്ങേ തലക്കുള്ള തള്ളിയിട്ട് എതിരായ ചില ഭാഗങ്ങൾ എന്താ വിഷയം തിരിയാത്ത മട്ടത്തിൽ ഒരു 1-2 വാചകങ്ങൾ അയാൾ കട്ടിട്ടില്ല. ഉള്ള പോലെ പറഞ്ഞു. ശരിയായ വിഷയം മനസ്സിലാക്കുന്ന ഭാഗം ഒക്കെ കട്ടിരിക്കും. പക്ഷെ ഇത് കട്ടില്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ? അതും കട്ടിട്ട് അവിടെ വേറെ ആള് പ്രസംഗം വെച്ചു കൊടുത്തു. ഞാൻ രണ്ടും കേൾപ്പിച്ചു തരാം. ആദ്യം ഞാൻ സെലഫി പറയുന്നൊന്ന് കേൾപ്പിക്കാം. സെലഫി എന്റെ CD വെച്ചൊന്ന് കേൾപ്പിക്കാം. ഞാൻ ഇത് പറയാൻ കാരണം സ്വപ്നം തെളിവല്ല നിങ്ങളും പറഞ്ഞിട്ടില്ലേ എന്ന് എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു. ഈ സെലഫിന്റെ CD കേട്ടതാ. എന്റെ CD കേൾക്കണം മനുഷ്യന്മാര്. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ സെലഫിന്റെ തല്ല കേൾക്കേണ്ടത്. അതിന്റെ മറുപടിയുള്ള എന്റെ CD കേൾക്കേണ്ടത്. അതൊന്ന് വെച്ചു കൊടുത്ത ആദ്യം സെലഫിന്റെ കളവൊന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ മറ്റേ കടക്കാം. പേരോടാകുന്ന ശിഷ്യന്റെ തലയിലുണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർസ് നടത്തി കൊടുക്കുകയാണ്. എന്താ ദർസ് നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വലിയ ഒരു ഭാഗം കട്ടിട്ട് അയാൾ വെച്ചാണ്. പക്ഷെ അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായി കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഖുർആനും ഹദീസിനും ഇമാമിനും എതിരെ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എന്നാൽ അത് ഇവർ കടം വാങ്ങിയാണ്. എന്നിട്ട് ഇവർ കോഴിക്കോട്ട് ഒരു ക്ലിപ്പ് വെച്ചു. ആ ക്ലിപ്പിന്റെ കഥ ഞാൻ ഇപ്പൊ പറയാൻ പോകും. അത് വെച്ച് കേൾപ്പിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിന്റെ പിറ്റേന്ന് പെരുമുഖത്തൊരു പരിപാടി, അവിടുന്ന് ഞാൻ പറഞ്ഞു പല കളവും നടക്കലുണ്ട്. മുജാഹിദീങ്ങൾ മുമ്പേ പള്ളി കക്കല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടാക്കിയ മുഹീദ്ദീൻ പള്ളി കട്ട്, ഷാദുൽ ശൈഖിന്റെ പേരിലുള്ള ഷാദുൽ പള്ളി കട്ട്, കുറ്റ്യാടിയിൽ പണ്ട് കാലത്ത് വലിയ സൂഫിയാക്കൾ ഉണ്ടാക്കിയ പള്ളിയെടുത്ത്, അങ്ങനെ തുടങ്ങി നമ്മളെ പള്ളി ഒരുപാട് കട്ടിട്ടുണ്ട്. ഏർക്കും സംശയമില്ലാത്ത വിഷയം. ഇടമണ്ണ പള്ളി ഒക്കെ കാട്ടതാ. അങ്ങനെ മുജാഹിദീങ്ങൾ പള്ളി കട്ടല്. ആ പള്ളി കട്ടവര് ഞാൻ പലപ്പോഴും തമാശക്ക് പറയലുണ്ട്, സംഗതി ശരി തന്നെയാണ്. കട്ട സാധനം തലയിൽ വെച്ച് വരുമെന്ന് ഹദീസിലുണ്ട്.
മുജാഹിദീങ്ങളൊക്കെ പള്ളിയും തലയിൽ വെച്ച് ഇരിക്കട്ടെ. ഈ പള്ളി കട്ട കക്ഷികൾ ഖുർആനിലെ ആയത്ത് കക്കും, ഹദീസ് കക്കും, കൂട്ടത്തിൽ ഇമാമിങ്ങളെ കിതാബ് കക്കും. ഇപ്പൊ അബ്ദുസ്സലാം സുല്ലമി എഴുതിയിരുന്ന ഒരു ലേഖനം, അതിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് കാട്ടിട്ട് നവവി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നജസാണ് എന്നാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എന്ത് തട്ടിപ്പാണ്! സുബ്ഹാനല്ലാഹ്. അമ്മാ ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ ഖുൽനാ ബി തഹാറത്തി ഗൈരിഹി ഫഹുവ ഔലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം മറ്റുള്ള മനുഷ്യന്മാരുടെ മുടികൾ തന്നെ അത് താഹിറാണ്, ശുദ്ധിയുള്ളതാണെന്ന് അഭിപ്രായം, അതാണ് ശരി. ആ അഭിപ്രായ പ്രകാരം അല്ലാഹുവിന്റെ റസൂലിന്റെ രോമം എന്തായാലും വലിയ ശുദ്ധിയുള്ളത് തന്നെ. വൈല്ല, അങ്ങനെയല്ല. ഒരു കൗലുണ്ട്, സാധാരണ ആൾക്കാരെ മുടി പുറത്തു വന്നാൽ നജസാണ് എന്നൊരു കൗലുണ്ട്, മയ്യിത്ത് നജസാണ് എന്ന് പറയുന്ന ഒരു കൗലുണ്ടല്ലോ. അക്കൗല് പ്രകാരമാണെങ്കിൽ തന്നെ ഫവജിഹാനി, രണ്ട് ന്യായം. ഖാല അബൂ ജഅഫർ, അതേ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ താഹിറുൻ. നബി സല്ലല്ലാഹു, അബൂ ജഅഫർ എന്ന് പറഞ്ഞാൽ ആരാ? അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സാധാരണ മനുഷ്യന്മാരെ മുടി അത് നജസാണ്. മൂപ്പര് പറയാണ് ഹുവ താഹിറുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അങ്ങനല്ലേ, അത് താഹിറാണ്. വഖാല ഗൈറുഹു ഹുവ നജസുൻ, ഏതോ ആരോ അത് നജസാണ് എന്ന് പറഞ്ഞു, ആളെ പേരില്ല. എന്നിട്ട് നബി ഇമാം പറയാ വഹാദൽ വജ്ഹു, ഈ നജസാണെന്ന് പറഞ്ഞവന്റെ അഭിപ്രായം ഗലതുൻ, കടുത്ത പിഴവാണ്. ഇത് കാട്ടിട്ട് മൗലവി എന്ത് തോന്നിവാസമാണ് ആ ശബാബിൽ എഴുതി വെച്ചത് നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, അൽ മദ്ഹബു സ്വഹീഹു അൽ ഖത്ഉ ബി തഹാറത്തി ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരഭിപ്രായവും ഇല്ല, ഖത്ഉേ ഉള്ളൂ, ഖിലാഫില്ല, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വളരെ ശുദ്ധിയുള്ള മഹത്വമുള്ളത് തന്നെ. കമാ സബഖ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വദലീലുൽ ഹദീസ്, അതിന്റെ തെളിവ് ഏതോ വ്യക്തിയുടെ ന്യായമല്ല, റസൂലുള്ളാഹിന്റെ ഹദീസാണ് കേട്ടോ. വഇദമു മർതബതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വലിയ പദവിയുമാണ് കേട്ടോ. ഇങ്ങനെ നവവി ഇമാം എഴുതിയിട്ട് നവവി ഇമാമിന്റെ ഇബാറത്ത് കട്ട് മുറിച്ചിട്ടല്ലേ അബ്ദുസ്സലാം സുല്ലമി ശബാബിൽ എഴുതിയത്. ഞാൻ ചോദിക്കുന്ന അപ്പുറത്തെ മുജാഹിദ് ഉണ്ടല്ലോ, വല്ല മുജാഹിദിനൊന്ന് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? എന്നാ സുഹൃത്തുക്കളെ, അത് കിതാബ് കക്കലി ഇബാറത്തുകൾ ഒക്കെ മുജാഹിദിന്റെ പതിവാ. സുബ്ഹാനല്ലാഹ്. ആ മുജാഹിദ് ഒക്കെ കക്കുന്ന മുജാഹിദ് അവർ എപ്പം കക്കും. എന്നാൽ അവരെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് എസ്കെക്കാൻ, എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അതിലെന്ത് ചെയ്തു, അവര് കട്ടിനങ്ങനെ കുറച്ചും കൂടി കട്ടു. എന്നിട്ടോ തീർന്നില്ല, ഞാനത് പെരുമുഖത്തുനിന്ന് പിടിച്ച് തൊണ്ടി സഹിതം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ക്ലിപ്പ് മുജാഹിദീങ്ങളും കട്ടു, ഇപ്പറയുന്ന കൂട്ടരും കട്ടു. അപ്പോ അത് ഏതോ ഒരു എസ്കെക്കാരൻ അവിടുന്ന് കേട്ട് ഇവൻ പോയിട്ട് ഓഫീസിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ CD ഇറങ്ങി നോക്കുമ്പോ അത് കാണുന്നില്ല, CD ഇറങ്ങപ്പോ അത് കാണുന്നില്ല. അപ്പൊ എന്തായി ചോദിച്ചാൽ, ആദ്യം സെലഫി എന്റെ കട്ട്, എന്റേത് കട്ടിട്ട് കൊടുത്തതിൽ പിന്നെ എന്റേത് എസ്കെക്കാർ കട്ട്. അത് ഞാൻ തൊണ്ടി സൈഡം പിടിച്ചപ്പോ ഇപ്പൊ നോക്കുമ്പോ അവരിറക്കിയ CD അവരെ തന്നെ കട്ട്. അത് ഓരോന്നോരോന്നേരം കേൾപ്പിച്ചു തരാം. അവസാനം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. അവസാനം തങ്ങൾ മദീന നേരിട്ട് സമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമാക്കുന്നു. സംഭവം ഇങ്ങനെയാണ്, സമ്മതം അവിടുന്ന് കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവர்களോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നോക്ക് നിങ്ങൾ, ഈ തരത്തില് സ്വപ്ന കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഇല്ലാത്ത സ്വപ്നകഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും സ്ഥിരീകരിക്കും, ദീനിയായ നിയമങ്ങൾ അറിയുന്ന ആളുകളും സ്ഥിരീകരിക്കും. അതിന് പുറമെ ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്റെ കട്ട CD വെച്ചിട്ടുണ്ട് നിങ്ങൾ, സെലഫിനോട് വാങ്ങിയ CD. അതിപ്പോ എന്താ കാണാത്തത്? നിങ്ങൾ CD എവിടെ പോയത്?
ഈ അതിന് പുറമേ നിങ്ങൾ കാട്ടിട്ടുണ്ട് എന്റെ CD വെച്ചിട്ട് നിങ്ങൾ ആ വെച്ച CD ഇപ്പൊ ഇറക്കിയല്ലെന്താ ഇല്ലാത്തത്? കോഴിക്കോട്ട് നിന്ന് വെച്ച് കേൾപ്പിച്ച എന്തെങ്കിലും CD കൊടുക്കാത്തതെന്ന് എന്റെ ചോദ്യം. അത് നിങ്ങൾക്ക് കേൾക്കണം. വെച്ചുകൊടുക്ക്, നമ്മൾ പിടിച്ച് വെച്ചു കൊടുക്കും. ഇല്ലാത്ത കഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും നിയമങ്ങൾ അറിയുന്ന ആളുകൾ സ്ഥിരീകരിക്കും. അതിന് പുറമെ നാം പരിശോധിക്കേണ്ട ഗൗരവതരമായ കാര്യം, ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കാൻ പറ്റുമോ, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ, തെളിവാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ പറയണ്ട. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ പ്രകാശ് പറയട്ടെ, ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന ഒക്കെ കഥകൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ? അവരുടെ പറയട്ടെ. അയാൾ ഇസ്ലാമിനോട് പെട്ടെന്ന് ഇസ്ലാമിനോട് സ്നേഹം, ഇസ്ലാമിന്റെ പ്രവർത്തകരോട്, ഇസ്ലാമിന്റെ കൂട്ടങ്ങളോട് സ്നേഹം, ഇസ്ലാമിന്റെ വിശുദ്ധ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളുള്ളത് ശാന്തതൂട്ടാനാണുള്ളത്. പക്ഷെ അത് ശൈത്താനിന്റെ കുതന്ത്രമാണ്. അനേകം കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളുള്ളത് ശാന്തതൂട്ടാനാണുള്ളത്. പക്ഷെ അത് ശൈത്താനിന്റെ കുതന്ത്രമാണ്. ഇക്കാര്യം ഞങ്ങൾ രേഖപ്പെടുത്തി. അപ്പോ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഭാഗം, എന്റെ ക്ലിപ്പ് വെച്ച ഭാഗം നിങ്ങളുടെ പുറത്തിറക്കിയ CD-യിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിപ്പ് വെച്ച് അവിടെ കേൾപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പലരെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇറക്കിയ CD-യിൽ എന്തുകൊണ്ട് പിൻവലിച്ചു? നിങ്ങൾ മുസ്ലിം സമുദായത്തോട് മറുപടി പറയാം. നിങ്ങൾ അവിടെ കോഴിക്കോട്ട് ഒരു ഹാളിൽ കുറെ മുത്തല്ലിമീങ്ങളോ അല്ലാത്തവരെയോ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ CD കത്ത് കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് കേൾപ്പിച്ചു. എന്തിനാ കേൾപ്പിച്ചത്? എന്റെ CD കട്ട് കേൾപ്പിച്ചു. അത് ഞാൻ പെരുമുഖത്ത് നിന്ന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറക്കിയ CD-ന്ന് നിങ്ങളത് കട്ടു. ഇതിന്റെ പേരാണ്, നിങ്ങൾ ബർക്കത്തുന്നോ കറാമത്തെന്തോ പറഞ്ഞോ, കട്ടവൻ കൊണ്ട് തന്നെ കപ്പിച്ചു, അവരത് കപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാം, തീർന്നില്ല. ഇനി ഞാനെന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ചിലപ്പോ പിഴച്ചുപോയ ശൈഖിന്റെ കോലത്തിൽ വലിയ ശൈഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ടുപിടിക്കുകയും നീ അല്ലാഹുവിന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുകയും അല്ലാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിൽ ഉള്ളതാണ്. അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മളെ മുൻഗാമികളായ അലിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ചതിനെതിരെ, അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല.
അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്വരീഖത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാർ ഇറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു കോടതിയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്നല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ, SKSSFന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ CD കട്ടിട്ട് യഥാർത്ഥ അർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും, അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കട്ടുകൽപ്പിച്ച SKSSFന്റെ നേതാക്കൾ, അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരേ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരേ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളാ തക്ബീർ ചൊല്ലിയ നിങ്ങൾ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ? അവിടെ തക്ബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ SKSSFകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരേ, സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കൈയും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ. യഖൂലു യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാന്റെ റസൂല് ഗീബത്ത് പറയരുതെന്നാ പറഞ്ഞത്, ഏഷണി പറയരുതെന്നാ പറഞ്ഞത്, ചീത്ത പറയരുതെന്നാ പറഞ്ഞത്. ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടുചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാന്റെ വാക്കൊന്ന് കേട്ടോ. യാ വൈലത, ഞങ്ങളെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ, പടച്ച റബ്ബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനിൻ ദിക്രി, എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. ബഅദ ഇദ് ജാഅനി, എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം, വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. എന്റെ ഈ ഖൗമ് ഖുർആനിനെ കൈയൊഴിച്ചു അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ.
അയുഹിബ്ബു അഹദുക്കും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവ്വ സ്വപ്നത്തിനുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിലൊക്കെ 1000 സ്വപ്നങ്ങളില്ലേ, നമ്മളെ മാലയിലില്ലേ, മൗലിദിലില്ലേ, പിന്നെ നിങ്ങളെന്തേ ഇങ്ങനെ പറയാൻ കാരണമെന്ന് എന്റെ സ്നേഹിതൻ ഈ അമ്പലക്കടവിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടെ? അല്ലെങ്കിൽ ചോദിക്കട്ടെ, എന്റെ CD ഒന്ന് പരിശോധിച്ചുകൂടെ? അതിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പക്ഷേ ആ CD സലഫി മുജാഹിദ് മൗലവിമാര് അവർ ജനങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടവര്. അവര് കട്ടിട്ടല്ലാതെ ഖുർആൻ പറയൂല, ഹദീസ് പറയൂല, എന്റെ ക്ലിപ്പും വെക്കൂല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതങ്ങനെ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെയും കട്ടിട്ട് കോഴിക്കോട്ട് മജ്ലിസിൽ കൊണ്ടുവന്ന് ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് സലാത്തും ചൊല്ലി പിരിവും നടത്തി ഇറങ്ങുന്ന സദസ്സിൽ നിങ്ങൾ ഈ വഞ്ചന നടത്തിയതിൽ പെട്ടിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ എസ്കക്കാരാ? പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പറയട്ടെ, തൂബൂ ഇലല്ലാഹി ജമീഅ. നിങ്ങൾ ഒന്നടങ്കം തൗബ ചെയ്ത് നിങ്ങൾ ആഖിറമൊന്ന് രക്ഷപ്പെടുത്തണേ. ഇത് പാവപ്പെട്ടവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഉപദേശമാണ്. ഞാൻ അമ്പലക്കടവിനും പൊരുത്തപ്പെട്ടു, മറ്റുള്ള അവിടെ പങ്കെടുത്ത എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും പൊരുത്തപ്പെട്ടു. കാരണം എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിസ്സുൻ ലിഅഹദിൻ. ഒരാളോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ മോനെ അനസേ? ഫഫ്അൽ, നീ അങ്ങനെ ജീവിച്ചോ. ദാലിക മിൻ സുന്നതി, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നതി, എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, സ്വർഗം സമ്പാദിക്കാൻ മാത്രം അമലൊന്നും സാധുക്കളായ ഞങ്ങളെ കൈവശത്തിലില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും അവിടുത്തെ കുടുംബമായ തങ്ങന്മാരെയും അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം ഓശാരം തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? അത് പരിഹസിക്കാറുള്ളതാണോ? അതിങ്ങനെ വഞ്ചിക്കാറുള്ളതാണോ? നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ? ആയത്തുൽ മുനാഫിഖ് സലാസത്തുൻ, മുനാഫിക്കിന്റെ ലക്ഷണം 3. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാ കള്ളം പറയാ. വൈദൽതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഈ അനുയായികൾ മുഴുവനും ഇദ്ദേഹത്തെ വിശ്വസിച്ചതല്ലേ? വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയാ. റബ്ബേ, ഞങ്ങളെ സീഡികൾ വാങ്ങി ദീൻ പഠിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്കും ഞങ്ങൾക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ സിറാജുൽ ഹുദ സ്ഥാപിച്ചത് മുതൽ റബ്ബേ നീ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. പൊന്ന് തന്നവരുണ്ട്, പണം തന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ.